അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഭീമൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് പരിശോധന നടത്തുകയാണ്. ഷിരൂരിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനി IRBക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ല എന്ന കർണാടക സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ദീപക് മലയമ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ദീപക്, ഇപ്പോൾ തിരച്ചിൽ 9ാം ദിവസത്തിലാണ്. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരച്ചിൽ തുടരുമ്പോൾ ഈ മണിക്കൂറിലെ പ്രതീക്ഷ എന്താണ് ദീപക്? സ്മൃതി, ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവമായ തെരച്ചിലാണ് ആ മേഖലയിൽ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഭൂം എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് 60 അടിയോളം ദൂരത്തേക്ക് മണ്ണ് നീക്കാൻ കെൽപ്പുള്ള രീതിയിൽ ആ ബക്കറ്റ് ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്ന വാഹനമാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ നിന്ന് നദിയുടെ ഓരത്തേക്ക് വീണ് കിടക്കുന്ന മണ്ണുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ റഡാർ സോണാർ സംവിധാനങ്ങളുടെ സിഗ്നൽ പ്രകാരമുള്ള ഒരു മേഖല അത് മാർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തട്ടുകട ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അർജുൻ്റെ വാഹനം നിർത്തി എന്ന് പറയുന്ന ആ ഒരു മേഖലയും ഏതാണ്ട് സമീപ പ്രദേശത്താണ്. ആ മേഖലയിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടുള്ള പ്രദേശത്താണ് ഇപ്പോൾ മണ്ണ് ഒരു ചാലി കീറിക്കൊണ്ട് ആ മേഖലയിൽ പരിശോധന നടത്തുന്നത്. അവിടെയാണ് ഒരു സിഗ്നലിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ വിവരങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും മെറ്റൽ പാർട്ട് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേവിയുടെ സംഘവും NDRFിൻ്റെ സംഘവും നദിയിൽ ഇന്നും പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നദിയുടെ ഒഴുക്ക് അതിൻ്റെ ആഴമൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോണാർ പരിശോധനകൾ പ്രകാരമുള്ള ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും ആ മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സംവിധാനം ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിവരവും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ രാവിലെയായിരിക്കും ഈ പ്രദേശത്തേക്ക് എത്തുക. അവരുടെ പക്കലുള്ള ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരപരിധിയിൽ ഏതാണ്ട് 20 മീറ്ററോളം താഴ്ചയിലുള്ള ലോഹപ്പാർട്ടുകളെ ഉൾപ്പെടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം പരിശോധനകൾ കൂടി നാളെ നടക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കൃത്യമായ ഒരു വിവരം കിട്ടും എന്നുള്ളതാണ് കാർവാർ MLAയും ഒപ്പം തന്നെ മഞ്ചേശ്വരം MLAയും ഒക്കെ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ആർമി സംഘങ്ങൾ ഒന്നടങ്കം ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആ മേഖലയിൽ നടക്കുന്നത്. നേരത്തെ തന്നെ സിവിലിയൻസിനെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യത്തിലുള്ള മാൻ പവർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിശോധനകൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഏകോപനം ഇന്നലെയും ഇന്നുമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഈ പുഴയുടെ ഓരത്ത് നിന്ന് കൃത്യമായ ചില സൂചനകൾ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം നാളെ നടക്കുന്ന ഡ്രോൺ പരിശോധനയിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യും. എങ്ങനെ ഈ അപകടം സംഭവിച്ചു, ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികളാര് എന്ന ഒരു പരിശോധനയിലേക്ക് കൂടി കടക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇക്കാര്യത്തിൽ മല തുരന്ന് റോഡ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അത് ഉണ്ടാക്കുന്ന അപകടം, അത് പരിശോധിക്കാതെ റോഡ് നിർമ്മാണത്തിലേക്ക് കടന്നു. അശാസ്ത്രീയമായ രീതികളാണോ അവലംബിച്ചത്? മാത്രമല്ല, അവിടെ ഒരു കട എങ്ങനെ പ്രവർത്തിക്കും? ആ മലയ്ക്ക് തൊട്ടു താഴെയായി ഒരു കട എങ്ങനെ പ്രവർത്തിക്കും? അവിടെ വാഹനങ്ങൾ നിരന്നു നിന്നതും ആ കടയിലേക്ക് പോകാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയായി ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയോട്. അത് MK രാഘവൻ MP ആണ് ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചത്. അതെ, നേരത്തെ തന്നെ ഇവിടെയുള്ള ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിലും IRBക്കെതിരെ കേസെടുക്കാൻ ഉള്ള നടപടികൾ പൂർത്തിയാക്കി FIR ഇട്ടു എന്നുള്ളതാണ് ഇവിടെ നിന്നും അങ്കോല പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ പാത നിർമ്മാണത്തിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിൽ കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ട് ആണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ ശാസ്ത്രീയമായ രീതിയല്ല അവലംബിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. ചെങ്കുത്തായ രീതിയിൽ മലകൾ ഇടിച്ചു നിരത്തുകയും അതിലൂടെ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഷിരൂരിൽ അപകടമുണ്ടായ മേഖലയിലും സമാനമായ രീതിയിൽ ചെങ്കുത്തായി തന്നെ ഒരു മലയെ ഇടിച്ച് താഴ്ത്തിയ കാഴ്ചയാണ് ഉള്ളത്. അവിടെ ബഞ്ചുകെട്ട് ഉൾപ്പെടെ ശാസ്ത്രീയമായ ഒരു രീതികളും അവലംബിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കേസെടുക്കുകയും വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കും എന്നുള്ളതാണ്. അത്തരം നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇപ്പോഴും ദേശീയപാതയുടെ പ്രവൃത്തി പല മേഖലകളിലായി ഈ റീച്ചിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ആ മേഖലകളിൽ
സ്ഥലങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് മണ്ണെടുപ്പ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കട എന്ന് പറയുന്നത് നേരത്തെ തന്നെ അവിടെ ഉള്ളതാണ്. കാലങ്ങളായി അവിടെ വാഹനങ്ങൾ നിർത്തുകയും ഒപ്പം തന്നെ വിശ്രമിക്കാനും ഒക്കെ സമയമെടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കടയിലുള്ള ആളുകൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മേഖലയിൽ എന്താണ് അക്ഷരാർത്ഥത്തിൽ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. അതേസമയം തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതിന് പിന്നാലെ ഓരോ ദിവസങ്ങളിലും തങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് കാണിച്ചുകൊണ്ട് കർണാടക സർക്കാർ കൃത്യമായി ഹൈക്കോടതിയിൽ മറുപടി നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ എന്തൊക്കെയായിരുന്നു, ഒപ്പം തന്നെ ആദ്യ ദിനം മുതൽ അറിഞ്ഞത് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ ദിവസങ്ങളിലും ചെയ്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതി അടക്കം ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിരീക്ഷണം നടത്തും എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ സജീവമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുക. ഈ പ്രൊക്ലൈനർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി നോക്കുന്ന പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെ NDRFിൻ്റെയും നേവിയുടെയും ഒക്കെ സംഘം നദിയിലുള്ള പരിശോധനകൾ അവരുടെ നേതൃത്വത്തിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആർമി സംഘം ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ MLAമാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ശുഭസൂചകമായ വിവരം പുറത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളും ഈ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി.